ചപ്പാത്തി ലഹള, ശിപ്പായി ലഹള, ചെകുത്താന്റെ കാറ്റ് എന്നെല്ലാം അറിയപ്പെടുന്ന 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. 1857 വിപ്ലവത്തെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് അറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. VD സവർക്കർ ആണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു. ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള, ചെകുത്താന്റെ കാറ്റ് എന്നെല്ലാം വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാർ. ജോൺ ലോറൻസ്, സീലി എന്ന ചരിത്രകാരന്മാരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്. ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആൻഡ് സീലി. 1857 വിപ്ലവത്തെ ആസ്പദമാക്കി നാനാ സാഹിബിന്റെ ജീവിതചരിത്രം രചിച്ചത് മനോഹർ മൽഗോൺകർ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ചെകുത്താന്റെ കാറ്റ്. 1857 വിപ്ലവത്തെ ആസ്പദമാക്കി നാനാ സാഹിബിന്റെ ജീവിതചരിത്രം രചിച്ചത് മനോഹർ മൽഗോൺകർ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ചെകുത്താന്റെ കാറ്റ്. 1857 വിപ്ലവത്തെ ചപ്പാത്തി ലഹള എന്ന് വിളിക്കാൻ കാരണം 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്രയായിരുന്നു ചപ്പാത്തിയും ചുവന്ന താമരയും. ഇനി ഇത്രയും കാര്യങ്ങൾ PSCയുടെ ചോദ്യരൂപത്തിലൊന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. PSC ഒരുപാട് ചോദിച്ച ചോദ്യമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. VD സവർക്കർ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചു. ചെകുത്താന്റെ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വിപ്ലവം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ശിപ്പായി ലഹള എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ച വ്യക്തികൾ ജോൺ ലോറൻസ്, സീലി. 1857 വിപ്ലവത്തെ ആസ്പദമാക്കി നാനാ സാഹിബിന്റെ ജീവിതചരിത്രം രചിച്ചത് മനോഹർ മൽഗോൺകർ. മനോഹർ മൽഗോൺകർ 1857 വിപ്ലവത്തെ ആസ്പദമാക്കി നാനാ സാഹിബിന്റെ ജീവിതചരിത്രം രചിച്ചു. ചെകുത്താന്റെ കാറ്റ് എന്ന പുസ്തകത്തിന്റെ കർത്താവാണ് മനോഹർ മൽഗോൺകർ. 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര ചപ്പാത്തിയും ചുവന്ന താമരയും. ചപ്പാത്തി, ചുവന്ന താമര എന്നതാണ് 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര. ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ സഫർ എന്നും അറിയപ്പെടുന്നു. PSCയുടെ ചോദ്യം വന്നത് ഇങ്ങനെയാണ്: ആരെയാണ് 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്? ഉത്തരം ബഹദൂർ ഷാ രണ്ടാമൻ. 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഡൽഹി. അടുത്തൊരു PSCയുടെ ചോദ്യം: 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെ? ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാലും ഡൽഹിയിൽ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാലും ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമർസ്റ്റോൺ പ്രഭു. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സൈനിക തലവൻ കോളിൻ ക്യാമ്പൽ. മാറിപ്പോവരുത്. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമർസ്റ്റോൺ പ്രഭു, ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. അദ്ദേഹത്തെ
ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റ വർഷം 1857 ഏപ്രിൽ 8 ബാരക്പൂരിൽ വച്ച്. മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ്. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദ്കർ. 1857 വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ ജോൺ ഫിനിസ്. 1857 വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ ജോൺ ഫിനിസ്. ഓർക്കുക, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ, ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേദ്കർ, 1857 വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ആദ്യ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കേണൽ ജോൺ ഫിനിസ്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് തോമസ് ജോൺസ് ഫിനിസ്. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് തോമസ് ജോൺസ് ഫിനിസ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം 6:1. 6:1 എന്ന അനുപാതമായിരുന്നു ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് 1858 ജൂലൈ. ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് 1858 ജൂലൈ. ഇനി 1857 വിപ്ലവത്തിലെ നേതാക്കളെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീര വനിതയെക്കുറിച്ച് നോക്കാം. ഝാൻസി റാണി. ഝാൻസി റാണിക്ക് അധികാരം നഷ്ടമാവുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം ദത്തവകാശ നിരോധന നിയമം. ഝാൻസി റാണിയുടെ കഥ ഒന്ന് ഓർത്തുവെക്കാം. ഝാൻസി റാണിയുടെ ഭർത്താവിൻ്റെ പേര് ഗംഗാധർ റാവു. ഗംഗാധർ റാവുവിനും ഝാൻസി റാണിക്കും ഒരു കുട്ടിയുണ്ടായി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടി മരിച്ചുപോയി. അത് സഹിക്കാനാവാതെ ഗംഗാധർ റാവു അസുഖം വന്നു മരിച്ചു. ഝാൻസി റാണി വിധവയായി. ഝാൻസി റാണി ഒരു കുട്ടിയെ ദത്തെടുത്തു. ആ കുട്ടിയുടെ പേര് ദാമോദർ റാവു. ദത്തവകാശ നിരോധന നിയമം പ്രകാരം ഈ കുട്ടിയെ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ല. അങ്ങനെ ഝാൻസി റാണിയുടെ അവകാശങ്ങളും അധികാരങ്ങളും ബ്രിട്ടീഷുകാർ എടുത്തു കളഞ്ഞു. അങ്ങനെ ഝാൻസി റാണി രാജ്യത്തിനു വേണ്ടി വിപ്ലവത്തിന് ഇറങ്ങി. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ പ്രദേശം സത്താറ. വർഷം 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത അവസാനത്തെ പ്രദേശം ഔധ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി. വർഷം 1848. ആദ്യ പ്രദേശം സത്താറ, അവസാന പ്രദേശം ഔധ്. ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കിയത് കാനിങ് പ്രഭു. വർഷം 1859. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത മറ്റ് പ്രദേശങ്ങൾ ജയ്പൂർ, സാമ്പൽപൂർ, ഝാൻസി, നാഗ്പൂർ. ജയ്പൂർ പിടിച്ചെടുത്ത വർഷം 1849. സാമ്പൽപൂറും 1849. ഝാൻസി, നാഗ്പൂർ എന്നിവ പിടിച്ചെടുത്ത വർഷം 1854. ഇനി ഝാൻസി റാണിയെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. ഝാൻസി റാണി അഥവാ റാണി ലക്ഷ്മിബായ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം മണികർണിക, മനുബായ്, മന്ത്രബായ് എന്നെല്ലാം അറിയപ്പെടുന്നു. ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി. ചബേലി എന്നും അറിയപ്പെടുന്നു. റാണി ലക്ഷ്മിബായിയുടെ ഭർത്താവിൻ്റെ പേര് ഗംഗാധർ റാവു. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് ഓഫീസറുടെ പേര് ജനറൽ ഹ്യൂഗ് റോസ്. 1858 ജൂൺ 18 ഗോളിയോറിൽ വെച്ച് ഝാൻസി റാണി വധിക്കപ്പെടുന്നത്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയെ 1858 ജൂൺ 18 വധിച്ച ബ്രിട്ടീഷ് ഓഫീസറായ ജനറൽ ഹ്യൂഗ് റോസ് തന്നെയാണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ്. ഝാൻസി റാണിയുടെ കുതിരകൾ ബാദൽ, സാരംഗി, പവൻ. ബാദൽ, സാരംഗി, പവൻ എന്നിവയാണ് ഝാൻസി റാണിയുടെ കുതിരകൾ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ വിശ്വചരിത്രാവലോകനം എന്ന കൃതിയിലാണ്
ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ. ലക്ഷ്മിബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയോർ. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ. ലക്ഷ്മിബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയോർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയൻ എന്ന് അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ്. ഝാൻസി റാണിയെക്കുറിച്ച് ഒറ്റനോട്ടത്തിൽ നോക്കാം. യഥാർത്ഥ നാമം മണികർണിക മനുബായ് മന്ത്രബായ് എന്നറിയപ്പെടുന്നു. ഭർത്താവിൻ്റെ പേര് ഗംഗാധർ റാവു. ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായ്. റാണി ലക്ഷ്മിബായിയെ വധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജനറൽ ഹൂഗ് റോസ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസിയെ വിശേഷിപ്പിച്ചത് ഹൂഗ് റോസ്. 1858 ജൂൺ 18 ഗോളിയോറിൽ വെച്ചാണ് ഝാൻസി റാണി വധിക്കപ്പെട്ടത്. ഝാൻസി റാണിയുടെ കുതിരകൾ ബാദൽ, സാരംഗി, പവൻ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ വിശ്വചരിത്ര അവലോകനം എന്ന കൃതിയിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ. ലക്ഷ്മിബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയോർ. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായ്. ഇനി അടുത്ത വ്യക്തി നാനാ സാഹിബ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം ദൊണ്ട് പാണ്ട്. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവി താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം ദൊണ്ട് പാണ്ട്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവിയാണ് താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. 1848 ദത്തവകാശ നിരോധന നിയമപ്രകാരം നാനാ സാഹിബിനും അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വിപ്ലവത്തിനിറങ്ങിയത്. നാനാ സാഹിബ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ. 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയ വ്യക്തിയാണ് നാനാ സാഹിബ്. നാനാ സാഹിബിനെ കുറിച്ച് ഒറ്റനോട്ടത്തിൽ നോക്കാം. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം ദൊണ്ടുപാണ്ട്. നാനാ സാഹിബിൻ്റെ പട്ടാള മേധാവി താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. നാനാ സാഹിബ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ. 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയ വ്യക്തിയാണ് നാനാ സാഹിബ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയായ താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റ വർഷം 1859 ഏപ്രിൽ 18 മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ച്. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് മേധാവി സർ കോളിൻ ക്യാമ്പൽ. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ശിവപുരിയിൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റ വർഷം 1859 ഏപ്രിൽ 18. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് മേധാവി സർ കോളിൻ ക്യാമ്പൽ. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ശിവപുരി. 1857 വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ. അസിമുള്ള ഖാൻ നാനാ സാഹിബിൻ്റെ ജനറലായിരുന്നു. 1857 വിപ്ലവത്തിലെ നേതാക്കൾ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങൾ നോക്കാം. കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നമ്മൾ പറഞ്ഞു നാനാ സാഹിബ്. ഡൽഹിയിലെ ബഖ്ത്ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. മീററ്റിൽ കദം സിംഗ്. ഒന്നും കൂടി ഓർക്കുക. കാൺപൂരിൽ നാനാ സാഹിബ്, ഡൽഹിയിൽ ബഖ്ത്ഖാൻ
ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. മീററ്റ് കദം സിംഗ്. ലക്നൗ, ആഗ്ര, ഔധ്, അയോധ്യ എന്നീ സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ, ആഗ്ര, ഔധ്, അയോധ്യ എന്നീ സ്ഥലങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാർ, ജഗദീഷ്പൂർ എന്നീ സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ്. ബറേലി, റോഹിൽഗഡ് എന്നീ സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുത്തത് ഖാൻ ബഹദൂർ ഖാൻ. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായ്. മാസ്റ്റർ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹേബ്. 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ്. 1857 വിപ്ലവത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി താന്തിയ തോപ്പി. ഒന്നും കൂടി ശ്രദ്ധിക്കുക. ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായ്. മാസ്റ്റർ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹേബ്. വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ്. ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി താന്തിയ തോപ്പി. 1858 ജൂലൈ 8-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ നോക്കാം. ശിപ്പായി മ്യൂട്ടിനി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം രചിച്ചത് R.C. മജുംദാർ. 1857 ഇൻ ഇന്ത്യ, മ്യൂട്ടിനി ഓർ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ചത് A.D. എബ്രി. 1857 ദി ഗ്രേറ്റ് റെബല്യൻ എന്ന പുസ്തകം രചിച്ചത് അശോക് മെഹ്ത്ത. 1857 എന്ന പുസ്തകം രചിച്ചത് S.N. സെൻ. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ചത് V.D. സവർക്കർ. റെബല്യൻ 1857 എന്ന പുസ്തകം രചിച്ചത് P.C. ജോഷി. ഹിസ്റ്ററി ഓഫ് ശിപ്പായി വാർ ഇൻ ഇന്ത്യ 1857-1858 എന്ന പുസ്തകം രചിച്ചത് ജോൺ കെയ്സ്. എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടിനി എന്ന പുസ്തകം രചിച്ചത് C.R. ഓംസ്. ദി പെസന്റ് ആൻഡ് ദി രാജ് എന്ന പുസ്തകം രചിച്ചത് എറിക് തോമസ് സ്റ്റോക്ക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. ഇനി 1806 ജൂലൈ 10 നടന്ന വെല്ലൂർ കലാപത്തെക്കുറിച്ച് നോക്കാം. വെല്ലൂർ കലാപം ആരംഭിച്ചത് 1806 ജൂലൈ 10. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് വെല്ലൂർ മ്യൂട്ടിനി. വെല്ലൂർ മ്യൂട്ടിനിയെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് V.D. സവർക്കർ. വെല്ലൂർ കലാപത്തിന് കാരണം 1805 പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ വസ്ത്രധാരണ രീതി. വെല്ലൂർ കലാപത്തിന് കാരണം 1805 പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ വസ്ത്രധാരണ രീതി. വെല്ലൂർ കലാപത്തിന് കാരണമായ പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയ മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സർ ജോൺ ക്രാട്ടോക്ക്. സർ ജോൺ ക്രാട്ടോക്ക് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് വെല്ലൂർ കലാപത്തിന് കാരണമായ പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയത്. ഇനി 1857 വിപ്ലവത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നോക്കാം. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് നമ്മൾ പഠിച്ചു. ജോൺ ലോറൻസ് സീലി. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് V.D. സവർക്കർ. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല. 1857 വിപ്ലവത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് R.C. മജുംദാർ. R.C. മജുംദാർ വിശേഷിപ്പിച്ചത് ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്നിങ്ങനെയാണ്. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് M.N. റോയ്. M.N. റോയ് ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് 1857 വിപ്ലവത്തെ. തുടക്കം മതത്തിന്റെ പേരിൽ നടന്ന യുദ്ധം പിന്നീട്
സ്വാതന്ത്ര്യ സമരമായി മാറി എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് എസ്.എൻ. സെൻ. പരിഷ്കൃതവും അപരിഷ്കൃതവും തമ്മിലുള്ള സംഘർഷമെന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ടി.ആർ. ഹോംസ്. ഇനി ഓരോ സ്ഥലങ്ങളിലും കലാപം അടിച്ചമർത്തിയ വ്യക്തികളെക്കുറിച്ച് നോക്കാം. ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽ ഹ്യൂഗ് റോസ്. കാൺപൂരിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽ കാംബൽ ഹാവ്ലോക്ക്. ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയത് ഹ്യൂഗ് റോസ്. കാൺപൂരിൽ കലാപം അടിച്ചമർത്തിയത് കാംബൽ ഹാവ്ലോക്ക്. ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽ നിക്കോൾസൺ ഹഡ്സൺ. ലക്നൌവിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽ കാംബൽ. ഡൽഹിയിൽ നിക്കോൾസൺ ഹഡ്സൺ, ലക്നൌ കാംബൽ. അര എന്ന സ്ഥലത്ത് കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽ വില്യം ടൈലർ, വിൻസ്റ്റൺ അയർ. ബറേലി എന്ന സ്ഥലത്ത് കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽ കാംബൽ. ഝാൻസിയിലെ ഹ്യൂഗ് റോസ്, കാൺപൂരിൽ കാംബൽ ഹാവ്ലോക്ക്, ഡൽഹിയിൽ നിക്കോൾസൺ ഹഡ്സൺ, ലക്നൌ കാംബൽ. അര വില്യം ടൈലർ, വിൻസ്റ്റൺ അയർ, ബറേലി കാംബൽ. മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകൻ കേതൻ മേത്ത. ഈ സിനിമയിൽ മംഗൾ പാണ്ഡെയായി അഭിനയിച്ചത് അമീർ ഖാൻ. ശിപ്പായി ലഹളയുടെ കാരണങ്ങളും അനന്തരഫലങ്ങളും എന്ന പുസ്തകം രചിച്ചത് എച്ച്. മെഡ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.